ഇടവിട്ട് കേൾക്കുന്ന ഇതേപോലെ ഒരു അറബിക് സോങ് ഉണ്ട്. അത് പെട്ടെന്ന് ഓരോരോ റൂമിലും ഈ ഒരു വീടുകളിലുള്ളിലാണ് അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറുതായിട്ടൊരു പേടി വരും കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്തു നിന്ന് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഒരു അറബിക് സോങ് ആണ്. വീടുകളുടെ അവസ്ഥ കണ്ടോ, എല്ലാം മണൽ ഫുള്ളായിട്ട് ഇങ്ങനെ വന്ന് മൂടി. ഇങ്ങനെ ഒരു വീട് കണ്ടോ, ഒരു പാരപ്പറ്റിൻ്റെ ഒപ്പാണ് ഇതിൻ്റെ മണൽ വന്നിട്ടുണ്ടോ. ഏറ്റവും ടോപ്പ് വരെ ഉണ്ടാവും മണൽ വന്ന് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ മുകളിലാണ്. ഇതാ കണ്ടോ, താഴത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഏകദേശം അരഭാഗത്തോളം മണൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും വാർപ്പിൽ മുട്ടിയിട്ടാണ് ചില ഭാഗത്തൊക്കെ ഈ ഒരു മണൽ വന്ന് കിടക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് ഉണ്ടോ, ഈ ഭാഗം ഈ പ്രദേശം തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. കുറേശ്ശെ വീടുകൾ മാത്രമാണ് നമുക്ക് കാണാം. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. അന്ന് കൊടുക്കുന്ന ആ ബാങ്ക് ഒറിജിനൽ ബാങ്കല്ല കേട്ടോ. ആ ബാങ്ക് വിളിക്കുന്ന ആ ഒരു ആളാണ് അതാ നിൽക്കുന്ന ആൾ. ഉണ്ടോ, മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമ ഇയാളാണ്. അപ്പോൾ ഇതാണ് മസ്ജിദിൻ്റെ ഉൾഭാഗങ്ങൾ. കേടുപാടുകളൊക്കെ സംഭവിച്ച രീതിയിലാണ്. ഇത് 1970 ഈ ഒരു ഗ്രാമം ഷാർജയിലെ അൽമദാം എന്ന് പറഞ്ഞ ഒരു ഏരിയയാണിത്. ഇവിടെയുള്ള കുറച്ച് ജനങ്ങൾക്കായിട്ട് അന്നത്തെ ഗവൺമെൻറ് 7 എമിറേറ്റ്സ് രൂപീകരണ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു വീടാണിത്. 12 വീടുകളും അതിൽ ഒരു മസ്ജിദും കൂടി അടങ്ങിയ ഒരു സംഭവമാണ് അന്നത്തെ ഗവൺമെൻറ് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തത്. ഈ പ്രദേശത്തൊക്കെ നല്ലോണം മണൽക്കാറ്റ് വരുന്നതുകൊണ്ട് നിരന്തരമായി മണൽ കാറ്റ് അടിച്ചടിച്ച് അവിടെ ഒരു താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും പിന്നീട് ഇവരൊക്കെ വീട് വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് വരെ മാറ്റുകയുണ്ടായി. അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ആളുകൾ വരാതെ അല്ലെങ്കിൽ താമസ സൗകര്യമൊന്നും ഇല്ലാതെ അങ്ങനെ കിടന്നിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മണൽ വന്ന് അടിച്ച് ഫുള്ളായിട്ട് ഏകദേശം ഒരു 30-35 വർഷത്തോളമായിട്ട് ഇവിടെ ജനവാസ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മേഖലയാണിത്. അന്നത്തെ ഒരു പടിപ്പുരയാണിത്. ഒരു വീടിൻ്റെ ഒരു എൻട്രൻസ് ഭാഗമാണ് ഈ ഒരു കാണുന്നത്. കണ്ടോ, അതിൻ്റെ ഒരുമിച്ചാണ് ഈ ഒരു മണൽ കിടക്കുന്നത്. മതിലൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഉണ്ടാവും. വീടിനോളം പൊക്കത്തിലാണ് മണൽ വന്നത്. നമ്മൾ ഈ ഒരു പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചേറൊക്കെ വന്ന് അടിയുന്ന അതിൻ്റെ വേറൊരു വേർഷനാണിത്. ഒരുപാട് മണലുകൾ വന്നടിഞ്ഞിട്ട് ഇതേപോലെ എല്ലാ വീടുകളും ഇതേമാതിരിയാണ്. അപ്പോൾ ഇവിടെ പ്രേതത്തിൻ്റെ ശല്യം അല്ലെങ്കിൽ ജിന്നുകളുടെ ശല്യം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ സ്റ്റോറിയോ ഐതിഹ്യമൊന്നും ഇവിടെ ഇല്ല. ഇതിങ്ങനെ ഒരു മരുഭൂമിയിലെ ഒരു സൈഡായതുകൊണ്ട് തന്നെ മണൽക്കാറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. 6 മണി വരെയാണ് ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. 6 മണി കഴിഞ്ഞാൽ ഇത്